ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ഇത്. കുറേ നാളെ ബയേണിൻ്റെ ഒരു മാച്ച് കണ്ടിട്ട്. അപ്പോൾ ബയേണിൻ്റെ ഒരു മാച്ച് കാണാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ അലിയൻസ് അരീനയിലെത്തി. ഇന്ന് ഇവിടെ UCL തുടങ്ങാൻ പോക്കാം. ബയേൺ ചെൽസി തമ്മിലാണ് മത്സരം. ഇന്ന് ഞാൻ ബയേണിൻ്റെ അൾട്രാസിൻ്റെ കൂടെയാണ് മാച്ച് കാണാൻ പോകുന്നത്. അതിൻ്റെ പണ്ടോട്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. ഇതുവരെ അതിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഇന്ന് അങ്ങനെ കിട്ടി. ഇതാണ് അലിയൻസ് അരീന. ഇവിടെ എത്താറായി. 6 മണിക്കാണ് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കയ്യിലൊരു ഫ്ലെക്സ് ഒക്കെ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതവിടെ തൂക്കണം, അതുകൊണ്ട് നേരത്തെ വന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തി. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. സിറാജിക്ക, നവാസ്. നവാസ് എവിടെ നിന്ന് വരുന്നയാ? ഓസ്ട്രിയന്ന്. ചെൽസീൻ്റെ കട്ട ഫാനാണ്. ഓസ്ട്രിയന്ന് കളി കാണാനായിട്ട് വന്നതാ. സിറാജിക്ക, 2 വാക്ക് പറ. ഇത് നമ്മളെ എപ്പോഴും കളി കാണാൻ വരുന്ന ആളാ. സിറാജിക്ക് ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നമുക്ക് 6 മണിക്ക് കയറണം. ആൾക്കാരെല്ലാം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അവിടെ എനിക്ക് ബാഗ് വെക്കണ്ടേ? ബാഗ് വെക്കാൻ ഇവിടെ സ്ഥലമുണ്ട്. ബാഗ് വെച്ചിട്ടോ? €2 അങ്ങനെ ഉള്ളൂ. പവർ ബാങ്ക് എടുത്തോ, ചാർജർ എടുത്തോ, വേറെ ഒന്നും വേണ്ട. നമുക്ക് 6 മണിക്ക് തന്നെ കയറണം. ഈ സാധനം അവിടെ തൂക്കാനുള്ളതാ. അടി ഈ ജേഴ്സി തൊട്ടിട്ട് ഉള്ളിൽ കയറ്റൂലേ? ഒന്നും പറ്റില്ല. ഓസ്ട്രിയന്നേ വന്നതോ എടുത്തെ. വാ, കയ്യിലോട്ട് വാ. എന്താ രസം കാണാൻ. ശ്രേക്ക് ഇതൊന്ന് പിടിച്ചാൽ ഞാൻ ഒരു വീഡിയോ എടുക്കട്ടെ. ഒരു മിനിറ്റ്. ഇതാണ് നമ്മളെ സ്വന്തം ഹോം ഗ്രൗണ്ട്. കുറേ നാളായി ഇവിടെ വന്നിട്ട്. ഇന്ന് നല്ല തിരക്ക് കുറവാണ്. എനിക്ക് തോന്നുന്നു വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ സമയമൊക്കെ നല്ല ആൾക്കാരുണ്ടാവേണ്ടതാണ്. രാവിലെ തൊട്ടേ ആൾക്കാരുണ്ടാവും കളി നടക്കുന്ന സമയം സ്റ്റേഡിയത്തിൽ. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി. എൻ്റെ ചെൽസി ജേഴ്സി അത് പൊട്ടിക്കല്ലേ, വലുതാ. ഇത് മടക്കാൻ പണിയാ. ഇതെല്ലാം നമ്മളെ ചെൽസി ഫാൻസാണ്. ബയേണിൻ്റെ ആരുമില്ല. നമ്മളോട് ഗേറ്റ് 19 പോകാനാണ് പറഞ്ഞത്, ഈ ഫ്ലെക്സ് തൂക്കാൻ വേണ്ടി. അവിടെ ഇവിടുത്തെ സ്റ്റാഫ് ഉണ്ടാവും. അപ്പം അങ്ങോട്ടേക്ക് പോകാനാണ് പറഞ്ഞത്. ഇതാണ് ഗേറ്റ് 19. കാണുന്നില്ലേ? ഇത് തന്നെ. അപ്പോൾ ഇവിടെ ക്യൂ നിൽക്കാം. ഗേറ്റ് ഓപ്പൺ ആയിട്ടാകുമ്പം ഉള്ളിലേക്ക് പോവാം. ഗായ്സ്, അങ്ങനെ അലയൻസ് അരീന സ്റ്റേഡിയത്തിൽ നമ്മളെ ക്ലബിൻ്റെ, നമ്മളെ ടീമിൻ്റെ ഫ്ലെക്സ് ഇവിടെ തൂക്കിയിട്ടുണ്ട്. നമ്മൾ സ്യൂത്ത് കുർവേ കയറി. ആൾക്കാരെല്ലാം വരുന്നേ ഉള്ളൂ, കണ്ടോ? ഇവിടെ നമുക്ക് ഏടെ വേണ്ടിക്ക് നിൽക്കാം. ഇനി സ്റ്റേഡിയം ഒന്ന് നിറയട്ടെ. ബയേണിന്റെ ഫാൻസുകാർ സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഇന്ന് ആഘോഷമായിരിക്കും. എല്ലാം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇവിടെ ഒരുക്കങ്ങൾ മൊത്തം തുടങ്ങിയിട്ടുണ്ട് ഫാൻസുകാരുടെ. ഇവരിത് കത്തിക്കുന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഇവിടെ ഇങ്ങനെ ഓരോ സെലോ ടേപ്പ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്ഥലങ്ങളിലായിട്ട് അൾട്രാസിന് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ അവരുടെ ആൾക്കാരാണ് കൂടുതൽ.
ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റൂല ഈ ഒരു സ്ഥലത്ത് നിന്നാൽ പിന്നെ അവരനുവദിക്കൂല. അതുകൊണ്ട് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി ബാക്കോട്ട് വന്ന് ഏറ്റവും പുറത്തിറങ്ങി വീഡിയോസ് എടുത്തു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇവിടെ നിന്ന് കളി കാണുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് മാച്ച് കാണണം. പക്ഷെ ഒരു കാര്യം പറയാം, ഇവിടെ നിന്നാൽ ഒരു കളിയും മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല, കളിക്കാരെയും കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. ഫാൻസിൻ്റെ കൂടെ അങ്ങ് ആഘോഷിക്കുക, അത് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഡൈഹാർഡ് ഫാൻസിന് മാത്രം പറ്റിയൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.